ശാന്തരാത്രി തിരുരാത്രി എന്ന് തുടങ്ങുന്ന ലോകപ്രസിദ്ധമായ ക്രിസ്മസ് ഗാനത്തെ പറ്റിയുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി തിരുരാത്രി 300ഓളം ഭാഷകളിൽ ആലപിക്കപ്പെടുന്നു. 2016 തൊട്ട് യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. സാൽസ്ബുർഗിൽ സ്വന്തം അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ട് ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന കുട്ടിയായിരുന്നു ജോസഫ് മോർ. പിന്നീട് സൈലന്റ് നൈറ്റിന്റെ ശാന്തരാത്രിയുടെ ലിറിക്സ് എഴുതിയ വൈദികൻ. മിടുക്കനായിരുന്നതിനാൽ ഇല്ലെജിറ്റിമേറ്റ് ആയി ജനിച്ചതാണെങ്കിലും സെമിനാരിയിൽ ചേരാനും 23 വയസ്സിൽ തന്നെ പട്ടം സ്വീകരിക്കാനും പ്രത്യേക അനുമതി കിട്ടി. ആദ്യം മരിയഫാർ എന്ന സ്ഥലത്ത് സഹായ വൈദികനായി. അവിടുത്തെ പള്ളിയിലെ ചുരുണ്ട മുടിയുള്ള ഉണ്ണീശോയുടെ രൂപമാണ് ജോസഫ് മോറിന് സൈലന്റ് നൈറ്റ് എഴുതാൻ പ്രചോദനം കിട്ടിയത് എന്ന് ഊഹിക്കപ്പെടുന്നു. ഒറിജിനൽ ജർമ്മൻ ലിറിക്സിൽ അതിനെപ്പറ്റി പരാമർശം ഉണ്ട്. ഇത് കണ്ടോ? സെയിന്റ് നിക്കോളാസ് പള്ളി 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. അങ്ങോട്ട് ജോസഫ് മോറിന് ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ ഏറെ നാൾ മുമ്പ് തന്നെ 1817 സ്ഥലം മാറ്റം കിട്ടി. അവിടെ അദ്ദേഹം സംഗീത അധ്യാപകനും മ്യൂസിക് കമ്പോസറും ആയ ഫ്രാൻസ് ഗ്രൂബറിനെ പരിചയപ്പെട്ടു. രണ്ടുപേരും സുഹൃത്തുക്കളായി. ഫ്രാൻസ് ഗ്രൂബറാണ് ജോസഫ് മോറിന്റെ സൈലന്റ് നൈറ്റ് ലിറിക്സിന് സംഗീതം കൊടുത്തത്. ഡിസംബർ 24, 1818 ചരിത്രത്തിൽ മറക്കാനാവാത്ത ദിവസം. സൈലന്റ് നൈറ്റിന്റെ ശാന്തരാത്രിയുടെ ആദ്യ രാത്രി. അർദ്ധരാത്രി കുർബാന കഴിഞ്ഞ് വിശ്വാസികളെ വിസ്മയഭരിതരാക്കിക്കൊണ്ട് ജോസഫ് മോറും ഫ്രാൻസ് ഗ്രൂവറും കൂടി സൈലന്റ് നൈറ്റ് ആലപിച്ചു. ജോസഫ് മോർ ഗിത്താർ വായിച്ചു. ഇതെല്ലാം നടന്ന സെയിന്റ് നിക്കോളാസ് പള്ളി മുൻപ് സൂചിപ്പിച്ചതുപോലെ നശിച്ചുപോയി. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു സൈലന്റ് നൈറ്റ് ചാപ്പൽ, ശാന്തരാത്രി കപ്പേള നിലകൊള്ളുന്നു. ഇത് ഓസ്ട്രിയയിൽ സാൽസ്ബുർഗ് സംസ്ഥാനത്ത് വാഗ്രൈൻ എന്ന സ്ഥലത്തുള്ള ജോസഫ് മോറിന്റെ അന്ത്യ വിശ്രമ സ്ഥലം. ഡിസംബർ അദ്ദേഹത്തിന്റെ മാസം തന്നെ. ജനിച്ചത് ഡിസംബർ 11, മരിച്ചത് ഡിസംബർ 4. 1818 ഡിസംബർ 24 രാത്രി ക്രിസ്മസ് കുർബാന കഴിഞ്ഞ് സൈലന്റ് നൈറ്റ്, ഹോളി നൈറ്റിന്റെ ആദ്യ രാത്രിയിൽ ആ ആലാപനത്തിൽ മുഴുകി വിശ്വാസികൾ പുളകം കൊണ്ടപ്പോൾ ജോസഫ് മോർ എന്ന സാൽസ്ബുർഗുകാരൻ ചരിത്ര പുരുഷനായി മാറി.
മരിക്കുന്നതിന് 30 വർഷം മുമ്പ് അദ്ദേഹം ചിരഞ്ജീവിയായി. ദാരിദ്ര്യത്തിൽ ജനിച്ച് ദരിദ്രർക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന് ഈ ബഹുമതികളൊന്നും തന്നെ അനുഭവിക്കാൻ ജീവിതകാലത്ത് പറ്റിയില്ല. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ മംഗളാശംസകളും ഞങ്ങൾ നേരുന്നു.